ഓരോ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചിലയിടങ്ങളിൽ തിരക്ക് ഇത്തിരി കൂടിയിട്ടുണ്ട്, പോലീസൊക്കെ എത്തിയിട്ടുണ്ട്, തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്. വോട്ട് ഒരാൾ നേരത്തെ ഇയാളെ വോട്ട് വേറൊരാൾ ചെയ്തെന്ന്. ഇപ്പം അയാൾ ആ വോട്ട് കൊണ്ടുവന്നപ്പോൾ അയാളെ വോട്ട് ചെയ്തായി. ഇപ്പം കൊണ്ടുവന്നത് കള്ള വോട്ടാണ്. അപ്പം അതാണ് പിടിച്ചത്. കള്ളവോട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ ആളെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഇവൻ്റെ വോട്ട് ചെയ്ത് അയാൾ ചെയ്തിട്ടില്ല. അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാളെ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അയാൾ വോട്ട് വേറെ ആരെ ചെയ്തെന്ന് പറയുന്നു. ആളെവിടെ? ഓക്കെ, ടി വി പ്രസാദ് അവിടെയുണ്ട്. അരുൺ ഒരു വോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊരാളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്ന ആരോപണമാണ് തർക്കം ഇവിടെ ഉണ്ടായത്. അതെ, പൂന്തുറയിലാണ്. പൂന്തുറയിലെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 1 70ാമത്തെ ബൂത്താണ്. പൂന്തുറയിലാണ്. പൂന്തുറ സെൻറ് തോമസ് സ്കൂളാണിത്. നമ്മൾ നേരത്തെ നിന്നത് സെൻറ്റ് ഫിലോമിന സ്കൂളായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളാണ്. അതുകൊണ്ട് ഇവിടെ വലിയ നിരയാണ്. സച്ചിൻ, ഈ നിരയൊന്ന് കാണിച്ചു കൊടുക്കുക. 100 കണക്കിന് ആളുകളാണ് ഈ നിരയിലുള്ളത്. ഇവിടെ ആകെ എത്ര ബൂത്തുണ്ട്? 6 ബൂത്തോ? നമുക്കറിയില്ല, നമ്മൾ കടലിൽ പോയി 6 ബൂത്തിലധികം ഇവിടെ നിന്ന് കാണാൻ വരും. എത്ര ബൂത്തുണ്ട്? ഇത് സെൻറ്റ് തോമസ്, മറ്റേത് സെൻറ്റ് ഫിലോമിനസ് 1. അരുൺ, ഇവിടെ നമുക്ക് കാണാം വോട്ടർമാരുടെ നീണ്ട നിര കാണാം. അപ്പുറവുമുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഒരാൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു, മറ്റൊരാൾ ചെയ്തു എന്നാണ് പറയുന്നത്. അവർ പരാതിപ്പെട്ടു. അതെ, അയാൾ അകത്തുണ്ട്. അയാൾ ആ വോട്ട് ചെയ്യാൻ വിട്ടില്ല. അപ്പോൾ അയാൾ കംപ്ലൈൻറ്റ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. വോട്ട് നേരത്തെ ചെയ്തു പോയി. ഇയാളെ വോട്ട് വേറെ ആരോ ചെയ്തിരിക്കുന്നത് നേരത്തെ. ആ ലിസ്റ്റിൽ നോക്കിയപ്പം ഇയാളുടെ വോട്ട് ആരോ ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഇയാളുടെ പേരിൽ ആരോ വോട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾ സെയിം ആയി വന്നപ്പോൾ ചെയ്യാൻ വിട്ടില്ല അവർ. ഉടമസ്ഥ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വോട്ടില്ല, പകരം വേറെ ആരും ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം നടക്കുന്നത്. അവരുടെ ഇതിനെയാണ് നമ്മൾ കള്ളവോട്ട് എന്ന് വിളിക്കുന്നത്. മറ്റൊരാൾ ചെയ്തു പോയി, യഥാർത്ഥ വോട്ടർ വരുമ്പോഴേക്ക് വോട്ടില്ല എന്ന്. അതായത് ഇപ്പോൾ ബൂത്തിനുള്ളിൽ നിൽക്കുന്നയാൾ യഥാർത്ഥ വോട്ടറാണ്. പാവപ്പെട്ട ആ മനുഷ്യന്റെ വോട്ട് ആരോ അടിച്ചുകൊണ്ട് പോയി, നേരത്തെ വോട്ട് ചെയ്തിട്ട് പോയി. അവിടെ 3 പാർട്ടിക്കാരുടെയും ഏജന്റുമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? അരുൺ, അതിലൊരു വ്യക്തത വരണമെങ്കിൽ നമുക്കിപ്പോൾ അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ആരാണ് ഈ ആളാരാണ്? അവിടെ നിൽക്കാണ്. ഈ വെള്ളയിട്ടാണ് ഇവരല്ലേ? ശരി, ചോദിച്ചു. ഇവരാണോ? എന്താണ് വോട്ട് ചെയ്തില്ല ഇതുവരെ. ഇത് കൊണ്ടുവന്നപ്പോൾ വേറെ ആൾ വന്ന് ചെയ്തിട്ട് പോയി. എന്താ സംഭവം? എന്താ ഇദ്ദേഹത്തിന്റെ വോട്ടാണ്. ഇറങ്ങിക്കോളൂ. എന്താ സംഭവം? ഇദ്ദേഹത്തിന്റെ പേര് ആന്റണി, അച്ഛന്റെ പേര് പീറ്റർ. ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ തന്നെയാണ് കാണുന്നത്. ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവിടെ വേറെ ആരോ ഇതേ അഡ്രസ്സിൽ വോട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. കറക്റ്റ് ഫോട്ടോ, കറക്റ്റ് അഡ്രസ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താ അവിടെ പോയപ്പോൾ എന്താ പറഞ്ഞത്? വോട്ട് ചെയ്യാൻ പറ്റൂല, വോട്ട് ചെയ്തു. ഈ വോട്ട് ആരെ ചെയ്തെന്ന് പോകുന്നു. നിങ്ങൾക്കിപ്പോൾ വോട്ടില്ല? എന്താ പേരെന്താ? ഏട്ടൻ്റെ പേര് ആന്റണി. ഇത് എത്രാം വാർഡിലാണ്? നിങ്ങൾ എത്രാം വാർഡാണ്? പൂന്തറ എത്രാം വാർഡാ? 70ാം വാർഡ്. 70ാം വാർഡിലെ 1ാമത്തെ ബൂത്തിലാണ്. 1ാമത്തെ ബൂത്ത്. എത്രാമത്തെ നമ്പറാണ് ഇവരുടെ? 1529. അരുൺ, 1525 നമ്പറാണ്. ആന്റണി പീറ്റർ. 1529 ആന്റണി പീറ്റർ എന്നാണ് പേര്. ബൂത്ത് നമ്പർ 1 നമുക്ക് കാണാം. ഈ സ്ലിപ്പുമായിട്ട് വന്നപ്പോഴാണ് മറ്റൊരാൾ വോട്ട് ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ? പരാതി പറഞ്ഞോ അവിടെ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവർക്ക് ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എല്ലാം ചോദിച്ചു. കാസ്റ്റിൽ വോട്ടെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മേളിൽ വിളിച്ച് ചോദിക്കട്ടെ എന്ന് അതിനുശേഷം മറുപടി പറയാമെന്ന്. റീജിയണൽ ഓഫീസറെ അടുത്ത് വിളിച്ച് ചോദിക്കട്ടെ, അതിനുശേഷം മറുപടി പറയാമെന്നാണ് പറയുന്നത്. അരുൺ, ഇതാണ് വിഷയം. ഇപ്പോൾ നിലവിൽ പരാതി പറഞ്ഞിരിക്കുന്നു. പരാതി പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇതാണ് അവരുടെ സ്ലിപ്പ്. ആന്റണി പീറ്റർ എന്നാണ് പേര്. 1529 പൂന്തുറയിലെ സെന്റ് തോമസ് സ്കൂളിലെ. ശരി, എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അവർക്ക് മറ്റൊരു വോട്ട് കിട്ടും. ഒരു ടെൻഡേഡ് വോട്ട് അവർക്ക് കിട്ടാനാണ് സാധ്യത. ആ വോട്ട് അവർ ചെയ്യട്ടെ. ഇപ്പോൾ